അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ രണ്ടാമത്തെ പാർട്ടിൻ്റെ അൽ വഹദത്തു സാമിന എട്ടാമത്തെ പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇവിടെ കാണുന്നതായ ചിത്രം വളരെ മനോഹരമായ ചിത്രമാണ്. നമ്മളുടെ വീടിൻ്റെ പരിസരത്ത് നട്ട് വളർത്താറുള്ള പൂച്ചെടികൾ. അത് നമ്മളുടെ വീടിനെ ഭംഗിയാക്കുകയാണ്. കാണുമ്പോൾ മനസ്സിനൊക്കെ നല്ല സമാധാനം നൽകുകയാണ്, അല്ലേ? ഇതുപോലത്തെ പൂച്ചെടികൾ നിങ്ങളുടെ വീട്ടിലും ഉണ്ടാവില്ലേ? ഈ പൂച്ചെടികൾക്ക് പറയുന്ന പേരാണ് അറബിയിൽ ഗർസ് എന്നുള്ളത്. എന്താ പറയാ? ഗർസ്. ഇതിനെ നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരം വളരെ പ്രധാനപ്പെട്ട അക്ഷരമാണ്. നേരത്തെ കഴിഞ്ഞ പാഠത്തിൽ ഐന് എന്നുള്ള അക്ഷരമാണ് പഠിച്ചത്. ഈ പാഠത്തിൽ പഠിക്കുന്നത് ഗൈന് എന്നുള്ളത്. ഗൈന് എന്നുള്ള അക്ഷരമാണ് പഠിക്കുന്നത്. ഗർസ്. ഇതിൻ്റെ പേരെന്താണ്? ഗർസ്. ഗർസ്. ഓക്കെ അല്ലേ? എന്താ പേര് പറയാ? ഗർസ്. താഴെ ഓരോ പദങ്ങൾ നമ്മൾക്ക് വായിച്ചു നോക്കാം. ഗർബുൻ, ഗർബുൻ. ഉറൂബുൻ, ഉറൂബുൻ. ഗിസാഉൻ, ഗിസാഉൻ. മഗ്രിബുൻ, മഗ്രിബുൻ. സ്വിബ്ഗൻ, സ്വിബ്ഗൻ. സ്വിബ്ഗുൻ, സ്വിബ്ഗുൻ. സ്വിബ്ഗിൻ, സ്വിബ്ഗിൻ. ചുവന്ന അക്ഷരം നോക്കൂ. ഗ, ഗു, ഗി, ഗ, ഗൻ, ഗുൻ, ഗിൻ. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ ഐന് പഠിച്ചില്ലേ? അതേ ഐന് തന്നെയാണ് നമ്മൾ എഴുതൽ. അതിൻ്റെ മുകളിൽ ഓരോ പുള്ളിയും ഇട്ട് കൊടുക്കണം. ഐനിൻ്റെ മുകളിൽ പുള്ളി ഇടുക എന്നുള്ളതാണ് ഈ അക്ഷരം നമ്മൾ പഠിക്കുന്നത്. താഴെ നോക്കൂ നിങ്ങൾ. കണ്ടില്ലേ? ആദ്യം ഐന് എഴുതി, അതിൻ്റെ മുകളിലൊരു പുള്ളി ഇട്ടു. ഗുൻ, സുഗ്, 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 സുഗ്. ഓക്കെ അല്ലേ? ഗൈന്, ഗൈൻ, ഗൈന്, ഗൈൻ. ഒന്നുകൂടി പറയൂ. ഗ, ഗു, ഗി, ഗുൻ, സുഗ്, ഗൈന്, ഗൈന്. ഓക്കെ അല്ലേ? ഗർസ്. ഗർബുൻ, ഗുറൂബുൻ, ഗിസാഉൻ, മഗ്രിബുൻ, സ്വിബ്ഗൻ, സ്വിബ്ഗുൻ, സ്വിബ്ഗിൻ. ഗ, ഗു, ഗി, ഗുൻ, സുഗ്, ഗൈന്, ഗൈന്. ഇത് നന്നായി ആവർത്തിച്ച് വായിക്കാം. അടുത്ത പേജ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നഖ്റ, വായിക്കുക. ഇവിടെ ടെമ്പോയിൽ ഈ ഒരു വണ്ടിയിൽ എന്താക്കുന്നുണ്ട്? ഓരോ പദങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. ഒന്നാമത്തെ വണ്ടിയിൽ എന്താ കൊണ്ടുപോകുന്നേ? അഗ്ബറു, അഗ്ബറു, അഗ്ബറു. ഇതോ? ഗിസാഉൻ, ഗിസാഉൻ, ഗിസാഉൻ. ഇതോ? ഉറൂബുൻ, ഉറൂബുൻ, ഉറൂബുൻ. മനസ്സിലായില്ലേ? നേരെ താഴെ കളർ കൊടുക്കേണ്ടതാണ്. ഇതിൽ അല്പം കളറെല്ലാം ഓവറായിട്ടുണ്ട്. ഇതിലും കളറുകൾ കൊടുക്കുക. വൈന്, അല്ലേ? നല്ല വൃത്തിയിൽ. ഇതുപോലെ ഔട്ട് സൈഡ് പോകാൻ പാടില്ല. ഇതിൻ്റെ ഉള്ളിൽ തന്നെ വൃത്തിയിൽ കളറുകൾ കൊടുക്കേണ്ടതാണ്. അതേപോലെ തന്നെ നർസും എന്ത് ചെയ്യണം?
ഇതിൻ്റെ മുകളിൽ എഴുതണം. പെൻസിൽ കൊണ്ടാണ് എഴുതേണ്ടത്. ഇതിൻ്റെ മുകളിൽ എഴുതണം, എന്നിട്ട് ഡോട്ട്. ഇങ്ങനെ ഇതുവരെ എഴുതാം. നക്തശ്ഫു ഗൈൻ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് ഗൈന് നമ്മൾ എന്താക്കണം, വേർതിരിക്കണം. ഇങ്ങനെ വായിക്കുക, ഗൈരിൽ മഗ്ദൂബി. ഇവിടെ ഒരു ഗൈനുണ്ട്, ഇവിടെയും ഒരു ഗൈനുണ്ട്, രണ്ട് ഗൈനുകളാണ്. അറാഗിബുൻ അൻത, ഗൈ അറാഗി, ഇവിടെ ഒരു ഗൈനുണ്ട്. ഗമ്മൻ ബിഗമ്മിൻ, ആദ്യത്തേത് ഗൈനാണ്, രണ്ടാമത്തെ പദത്തിലും രണ്ടാമത്തെ അക്ഷരമാണ് ഗൈന്. ഓക്കെ അല്ലേ? ശുഗുലിൻ ഫാകിഹൂൻ, ഷുഗു എന്നുള്ളത് ഗൈനാണ്. ഇങ്ങനെ 1 2 3 4 5 6 ഗൈനുകളാണ് നമ്മൾക്കിതിൽ കാണാൻ കഴിയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഗൈന് എന്നുള്ള അക്ഷരമാണ് നമ്മൾ ഈ ഗർസ് പാഠത്തിൽ പഠിച്ചത്. അപ്പം നല്ല രീതിയിൽ കൂടുതൽ വായിക്കുകയും എഴുതുകയും ചെയ്യണം. റബ്ബ് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.